ഇന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ബിരിയാണി തിന്നാൻ പൂതിയായപ്പോഴാണ് കുക്കർ ബിരിയാണി എന്ന ഈസി മെത്തേഡ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ചൂടായ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ചൂടായതിന് ശേഷം 2 പട്ട, 4 ഏലക്കായി, 6 ഗ്രാമ്പു എന്നിവ ചേർക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നേരിയ രീതിയിൽ കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് വഴറ്റുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റുക. The trip hop moves wrap around my very being. Fall place rhymes the soundtrack to what I'm seeing. Abstract thoughts flow through these astral dimensions. I paint pictures with words, I'm feeling my intentions. ഈ പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, അത് നന്നായി ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഞാൻ. ഇതിൽ ശരിക്കും 4 പച്ചമുളകും കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്തിട്ട് ചേർക്കണം. പക്ഷേ എൻ്റെ മോൾക്ക് എരു തീരെ പറ്റില്ല. അപ്പോൾ എരു കൂട്ടി ഉണ്ടാക്കിയാൽ അന്ന് അവൾ ഫുഡ് കഴിക്കില്ല. അത് വിചാരിച്ചിട്ട് ഞാനിന്ന് എരുല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും ചില്ലി ആഡ് ചെയ്യുന്നില്ല. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ടൊമാറ്റോ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ട്. ഈ ചിക്കന് മാരിനേറ്റ് ചെയ്തത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, 1/4 കപ്പ് തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തതായിരുന്നു. അത് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റി വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക.
trip hop moves wrap around my very being. Fall place rhymes the soundtrack to what I'm seeing. Abstract thoughts move through these astral dimensions. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പുതിനയില കട്ട് ചെയ്തതും അരക്കപ്പ് മല്ലിയില കട്ട് ചെയ്തതും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. The trip hop moves wrap around my very being. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ചേർത്താൽ മതി. ചുടുവെള്ളമായാൽ ഏറ്റവും നല്ലത്. വെള്ളവും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യുക. കുതിർക്കുകയൊന്നും വേണ്ട, കഴുകി നന്നായി വെള്ളം വാർത്ത് വെച്ചാൽ മതി. The trip hop moves wrap around my very being. Fall place rhymes the soundtrack to what I'm seeing. Abstract thoughts move through these astral dimensions. I paint pictures with words and feelings. വെള്ളവും അരിയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും ഞാൻ 2 വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി. അതിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിച്ചു. ഇതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അതും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം തിളക്കുമ്പോൾ കുക്കറിനെ മൂടിയിട്ട് ക്ലോസ് ചെയ്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒറ്റ വിസിലടിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ഒന്നും ചെയ്യരുത്, മൈൻഡ് വെക്കാതിരിക്കുക. അതിൻ്റെ വിസിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് 2 വീഡിയോസ് കണ്ടു. അതിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ മിക്സ് ചെയ്തത് കണ്ടു, വെള്ളവും അരിയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇറച്ചിച്ചോറ് പോലെ. വേറൊരു വീഡിയോയിൽ കണ്ടു ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അരി നന്നായിട്ട് ലെയറാക്കി നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇളക്കാതെ കുക്കർ പൂട്ടുക. അത് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കുക്കറിൻ്റെ മൂടി പൂട്ടുക. എന്നിട്ട് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിലടിക്കുക. അപ്പം വിസിൽ പോയതിന് ശേഷം തുറക്കുമ്പം നല്ല നമ്മുടെ ബിരിയാണി പോലെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മറന്നുപോയി, അറിയാതെ അങ്ങോട്ട് മിക്സാക്കി പോയി. അതിൻ്റെ ഇടയിൽ കൂടെ പപ്പടവും പൊരിക്കുന്നുണ്ട്. പപ്പടവും അച്ചാറും കൂട്ടിയിട്ട് കഴിക്കണം. തൈര് ഉണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. മക്കളും വിശന്നിട്ട് ബിരിയാണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. റൈസിന് ഒരു രക്ഷയില്ല. ഇതിൽ ചില്ലിയും പെപ്പർ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികം ടേസ്റ്റ് ആവുമായിരുന്നു. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക.